നമസ്കാരം. കായിക ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിജയക്കൊടി പാറിച്ചതിന്റെ ആവേശത്തിലാണ് നമ്മൾ. ഏകദിന പരമ്പരയിലെ ആധികാരികമായ വിജയം നൽകിയ ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. എന്നാൽ ആഘോഷങ്ങൾക്കിടയിലും ടീം ഇന്ത്യയുടെ ഫോക്കസ് ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ഇനി ലക്ഷ്യം T20 പരമ്പരയാണ്. 5 മത്സരങ്ങൾ അടങ്ങിയ ദൈർഘ്യമേറിയ പരമ്പരയ്ക്കാണ് ചൊവ്വാഴ്ച വൈകുന്നേരം 7 മണിക്ക് ഒഡീഷയിലെ കട്ടക്കിൽ തിരിതെളിയാൻ പോകുന്നത്. ഏകദിന ഫോർമാറ്റിൽ നിന്ന് T20 മാറുമ്പോൾ സ്വാഭാവികമായും ടീമിന്റെ ഘടനയിലും തന്ത്രങ്ങളിലും വലിയ മാറ്റങ്ങൾ നാം പ്രതീക്ഷിക്കുന്നുണ്ട്. ഏകദിന പരമ്പര സ്വന്തമാക്കിയ സംഘത്തിലെ പല മുഖങ്ങളെയും നമുക്ക് T20 നിരയിൽ കാണാൻ സാധിക്കില്ല. ഇത് തന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. പരിക്കിന്റെ ആശങ്കകളൊന്നുമില്ലാതെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് സൂര്യകുമാർ യാദവ് എന്ന നായകനും സംഘവും കട്ടക്കിലിറങ്ങുന്നത്. ചൊവ്വാഴ്ച നടക്കുന്ന ആദ്യ അംഗത്തിൽ ഇന്ത്യയുടെ തന്ത്രങ്ങൾ എന്തായിരിക്കും? പ്ലെയിൻ 11-ൽ ആരൊക്കെ സ്ഥാനം പിടിക്കും? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യ T20ക്കുള്ള ഇന്ത്യയുടെ സാധ്യത 11 കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചർച്ചയാകുന്നത് ഓപ്പണിംഗ് സഖ്യം തന്നെയാണ്. ശുഭ്മാൻ ഗിൽ, അഭിഷേക് ശർമ്മ കൂട്ടുകെട്ട് തന്നെയാകും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. എന്നാൽ ശുഭ്മാൻ ഗില്ലിന്റെ സാന്നിധ്യം ഇവിടെ ഒരു അത്ഭുതകരമായ തിരിച്ചുവരവിന്റെ കഥ കൂടി പറയുന്നുണ്ട്. പരിക്കിന്റെ പിടിയിലായിരിക്കുന്ന ഗിൽ ഈ പരമ്പരയിൽ കളിച്ചേക്കില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ. വിശ്രമം അനിവാര്യമാണെന്നായിരുന്നു മെഡിക്കൽ സംഘത്തിന്റെ ആദ്യ വിലയിരുത്തൽ. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിൽ ഫിറ്റ്നസ് വീണ്ടെടുത്ത് ഗിൽ ടീമിനൊപ്പം ചേർന്നത് ഇന്ത്യൻ ക്യാമ്പിൽ വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. എങ്കിലും ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഈ പരമ്പര ഒരു അഗ്നി പരീക്ഷണം തന്നെയാണ്. ഏഷ്യ കപ്പിന് ശേഷം T20 ടീമിലേക്ക് തിരിച്ചെത്തിയ ഗില്ലിന് തന്റെ പ്രതിഭയ്ക്കൊത്ത പ്രകടനം പുറത്തെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ കഴിയാതെ പോയത് അദ്ദേഹത്തിന്റെ T20 കരിയറിന് മേൽ വലിയൊരു ചോദ്യചിഹ്നം ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഈ 5 മത്സരങ്ങൾ ഗില്ലിന് വെറുമൊരു പരമ്പരയല്ല, മറിച്ച് നഷ്ടപ്പെട്ട ഫോം വീണ്ടെടുക്കാനും വിമർശകരുടെ വായടപ്പിക്കാനുമുള്ള സുവർണാവസരമാണ്. 2-3 മികച്ച ഇന്നിംഗ്സുകൾ, പ്രത്യേകിച്ചും അർദ്ധ സെഞ്ചുറികൾ ഈ പരമ്പരയിൽ നേടാനായാൽ ഓപ്പണിംഗ് റോളിൽ അദ്ദേഹത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയാകും അത്. മറുവശത്ത് അഭിഷേക് ശർമ്മയുടെ ആക്രമണോത്സുക ബാറ്റിംഗ് ശൈലി പവർ പ്ലേ ഓഫറുകളിൽ ഇന്ത്യക്ക് മുതൽക്കൂട്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ബാറ്റിംഗ് ഓർഡറിലെ 3-4 സ്ഥാനങ്ങളെക്കുറിച്ച് ഇന്ത്യക്ക് നിലവിൽ വലിയ ആശങ്കകളില്ല. അവിടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും യുവതാരം തിലക് വർമ്മയും സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. T20 ഫോർമാറ്റിലെ ലോക 1-ാം നമ്പർ ബാറ്ററായ സൂര്യകുമാർ യാദവ് തന്നെയാണ് ഈ ടീമിന്റെ നട്ടെല്ല്. എന്നാൽ സമീപകാലത്ത് ബാറ്റിംഗിൽ തന്റെ സ്വാഭാവികമായ താളം കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നത് ടീമിനെ അല്പം അലട്ടുന്നുണ്ട്. ലോകകപ്പ് പോലൊരു വലിയ വേദിയിലേക്ക് അടുക്കുമ്പോൾ നായകൻ എന്ന നിലയിലും പ്രീമിയർ ബാറ്റർ എന്ന നിലയിലും സൂര്യകുമാർ യാദവ് തന്റെ യാഥാർത്ഥ്യ ഫോമിലേക്ക് മടങ്ങിയെത്തേണ്ടത് അനിവാര്യമാണ്. ഈ പരമ്പര അതിനുള്ള വേദിയാക്കി മാറ്റാനാകും അദ്ദേഹം ശ്രമിക്കുക. 4-ാം നമ്പറിലെത്തുന്ന തിലക് വർമ്മയാകട്ടെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യൻ മധ്യനിരയിലെ വിശ്വസ്തനായി മാറിക്കഴിഞ്ഞു. സമ്മർദ്ദഘട്ടങ്ങളെ അതിജീവിക്കാനുള്ള കഴിവും ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാനുള്ള പക്വതയും തിലകിനെ വ്യത്യസ്തനാക്കുന്നു. സൂര്യകുമാറും തിലക് വർമ്മയും ചേരുന്ന മധ്യനിര റൺ റേറ്റ് ഉയർത്തുന്നതിനൊപ്പം വിക്കറ്റുകൾ സംരക്ഷിച്ചു നിലനിർത്തുന്നതിനും നിർണായക പങ്കുവഹിക്കും. ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡറിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നത് 5-6 സ്ഥാനങ്ങളിലാണ്. 5-ാം നമ്പറിലേക്ക് ഇടം കയ്യൻ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ അക്ഷർ പട്ടേലിനെ പ്രമോട്ട് ചെയ്യാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. ബാറ്റിംഗ് ഓർഡറിൽ എവിടെയും കളിപ്പിക്കാൻ സാധിക്കുന്ന ഫ്ലെക്സിബിലിറ്റിയാണ് അക്ഷറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏത് സാഹചര്യത്തിലും മികച്ച ഇന്നിംഗ്സുകൾ കാഴ്ചവയ്ക്കാൻ കെൽപ്പുള്ള അക്ഷർ സമാപിച്ച ഏകദിന പരമ്പരയിൽ നിന്ന് തഴകപ്പെട്ടിരുന്നു. ആ നിരാശ തീർക്കാനും തന്റെ സ്ഥാനം ടീമിൽ ഉറപ്പിക്കാനുമുള്ള വാശിയോടെയാകും അദ്ദേഹം കട്ടക്കിൽ ഇറങ്ങുക. 6-ാം നമ്പറിലെത്തുന്നത് മറ്റാരുമല്ല, ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ താരം ഹാർദിക് പാണ്ഡ്യയാണ്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഹാർദിക് ദേശീയ ജേഴ്സിയിൽ തിരിച്ചെത്തുന്നത്. കഴിഞ്ഞ ഏഷ്യ കപ്പിനിടെ പരിക്കേറ്റ് പുറത്തായതിനു ശേഷം ടീമിന് പുറത്തിരിക്കേണ്ടി വന്ന ഹാർദിക്കിന്റെ തിരിച്ചുവരവ് ടീം ബാലൻസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്.
ബൗളിങ്ങിലും ബാറ്റിങ്ങിലും ഒരേപോലെ മത്സരഫലത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഹാർദിക്കിന്റെ സാന്നിധ്യം ക്യാപ്റ്റൻ സൂര്യകുമാറിന് നൽകുന്ന ആത്മവിശ്വാസം വലുതാണ്. തകർപ്പൻ പ്രകടനത്തോടെ തന്റെ തിരിച്ചുവരവ് ആഘോഷിക്കാൻ തന്നെയാകും ഹാർദിക്കിന്റെ ശ്രമം. T20 ക്രിക്കറ്റിൽ മത്സരഫലം നിർണയിക്കുന്നതിൽ ഫിനിഷർമാരുടെ പങ്ക് വളരെ വലുതാണ്. 7-8 സ്ഥാനങ്ങളിൽ ഓൾറൗണ്ടർ ശിവം ദുബെയും വിക്കറ്റ് കീപ്പർ ബാറ്റർ ജിതേഷ് ശർമ്മയും കളിക്കാനാണ് സാധ്യത. അവസാന ഓവറുകളിൽ കൂറ്റൻ അടികൾക്ക് കേൾപ്പുള്ളവരാണ് ഇരുവരും. എന്നാൽ ഇവിടെയാണ് മലയാളികൾക്ക് നിരാശ നൽകുന്ന എന്നാൽ കണക്കുകൾ നിരത്തി പരിശോധിക്കുമ്പോൾ യാഥാർത്ഥ്യ ബോധമുള്ളതുമായ ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടി വരുന്നത് സഞ്ജു സാംസൺ. ഈ പരമ്പരയിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിന് പ്ലേയിങ് 11-ൽ അവസരം ലഭിച്ചേക്കില്ല എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഇതിന് പിന്നിലെ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ മധ്യനിരയിലെ T20 റെക്കോർഡുകൾ തന്നെയാണ്. മധ്യനിര ബാറ്റർ എന്ന നിലയിൽ ഇതുവരെ 21 ഇന്നിംഗ്സുകളാണ് സഞ്ജു കളിച്ചിട്ടുള്ളത്. എന്നാൽ ഈ അവസരങ്ങളിൽ നിന്ന് 21.22 എന്ന ശരാശരിയിൽ 382 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത്. സ്ട്രൈക്ക് റേറ്റ് ആകട്ടെ 124 മാത്രവും. T20 ഫോർമാറ്റിൽ പ്രത്യേകിച്ച് ഫിനിഷിംഗ് റോളുകളിലേക്ക് പരിഗണിക്കുമ്പോൾ ഈ കണക്കുകൾ സഞ്ജുവിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ജിതേഷ് ശർമ്മയെ പോലൊരു താരം ലോവർ ഓർഡറിൽ കുറഞ്ഞ പന്തിൽ കൂടുതൽ റൺസ് നേടുന്ന ഫിനിഷർ റോളിൽ തിളങ്ങി നിൽക്കുമ്പോൾ സഞ്ജുവിന്റെ ഈ സ്റ്റാറ്റസ് അദ്ദേഹത്തിന്റെ വഴിമുടക്കുന്നു എന്ന് വേണം കരുതാൻ. ബൗളിംഗ് ലൈനപ്പിലേക്ക് വരുമ്പോൾ സ്പിൻ വിഭാഗത്തിൽ 9-ാമനായി സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ വരുൺ ചക്രവർത്തിക്ക് നറുക്കുവീഴാനാണ് സാധ്യത കൂടുതൽ. IPL-ലും മറ്റും മിന്നൽ പ്രകടനം കാഴ്ചവെച്ച വരുണിന്റെ മിസ്റ്ററി സ്പിൻ കട്ടക്കിലെ പിച്ചിൽ ദക്ഷിണാഫ്രിക്കൻ ബാറ്റർമാരെ കുഴക്കിയേക്കും. വരുൺ എത്തുന്നതോടെ മറ്റൊരു സീനിയർ സ്പിന്നറായ കുൽദീപ് യാദവിന് പുറത്തിരിക്കേണ്ടി വന്നേക്കാമെന്നത് കടുപ്പമേറിയ തീരുമാനമാണെങ്കിലും ടീം കോമ്പിനേഷൻ അത്തരമൊരു നീക്കത്തെ ആവശ്യപ്പെടുന്നുണ്ട്. പേസ് ബൗളിങ്ങിന് ചുക്കാൻ പിടിക്കാൻ ലോകോത്തര ബൗളർ ജസ്പ്രീത് ബുംറയും ഒപ്പം ഇടം കയ്യൻ പേസർ അർഷ്ദീപ് സിംഗും ഉണ്ടാകും. ഡെത്ത് ഓവറുകളിലെ ഇവരുടെ മികവ് ഇന്ത്യയുടെ വിജയ സാധ്യതകളെ വലിയ രീതിയിൽ സ്വാധീനിക്കും. ചുരുക്കത്തിൽ വ്യക്തമായ പദ്ധതികളും തന്ത്രങ്ങളുമായാണ് സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘം കട്ടക്കിലിറങ്ങുന്നത്. ഏകദിനത്തിലെ വിജയം ആവർത്തിക്കാൻ പരിക്കില്ലാത്ത ഫിറ്റായ ഒരു ടീം ഒപ്പമുള്ളത് ഇന്ത്യക്ക് വലിയ മുൻതൂക്കം നൽകുന്നു. ഗില്ലിന്റെ ഫോമിലേക്കുള്ള തിരിച്ചുവരവും ഹാർദിക്കിന്റെ മടങ്ങിവരവും അക്ഷറിന്റെ ഓൾറൗണ്ട് മികവും ഒത്തുചേർന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല. സഞ്ജു സാംസണെ പോലൊരു താരം പുറത്തിരിക്കേണ്ടി വരുന്നത് ആരാധകരെ വേദനിപ്പിക്കുമെങ്കിലും ടീം എന്ന നിലയിൽ ഏറ്റവും മികച്ച കോമ്പിനേഷൻ കണ്ടെത്താനാണ് മാനേജ്മെന്റ് ശ്രമിക്കുന്നത്. കട്ടക്കിലെ ഈ രാത്രി T20 ലോകകപ്പിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലെ സുപ്രധാനമായ ഒരു ഏടായി മാറുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.